സുഹൃത്തുക്കളെ, JSAയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്നത് ഗംഭീരമായ വെടിക്കെട്ട് ഉത്സവങ്ങളാണ്. പക്ഷേ അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു ദിവസം 3 വെടിക്കെട്ട് കാണാനുള്ളൊരു അടിപൊളി അവസരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ആ വെടിക്കെട്ട് പ്ലാൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെടിക്കെട്ട് നടക്കുന്ന ഡേറ്റ് എപ്പോഴാണെന്ന് നോക്കാം. ഈ വരുന്ന മാർച്ച് മാസം 26-ാം തീയതിയാണ് ഒരു ഡേറ്റ് വരുന്നത്. അതായത് 26/3/26. നല്ല അടിപൊളി ഡേറ്റാണ്. ഈ ഒരു ഡേറ്റിന് നമുക്ക് കിടിലൻ 3 വെടിക്കെട്ടുകൾ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു പ്ലാനിങ് മാത്രമാണ്. ഇത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവണമെങ്കിൽ പ്രധാനമായിട്ട് ഒരു 2 കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകണം. അതിലൊന്ന് കാലാവസ്ഥ. ഈ മഴയോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിംഗ് ഒക്കെ ഔട്ടായി പോകും. അപ്പോൾ നമുക്ക് എല്ലാ വെടിക്കെട്ടും ചിലപ്പോൾ കാണാൻ സാധിച്ചൊന്നും വരില്ല. ഇനി രണ്ടാമതൊരു കാര്യം, കമ്മിറ്റിക്കാർ കറക്റ്റ് സമയത്ത് തന്നെ വെടിക്കെട്ട് പൊട്ടിക്കുകയും വേണം. എന്നാലേ നമുക്കിത് കറക്റ്റ് ആവുള്ളൂ. കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു വെടിക്കെട്ട് നിരത്തുന്നതിലോ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ഈ 3 വെടിക്കെട്ട് കാണാൻ സാധിച്ചൊന്നും വരില്ല. എങ്കിലും ഒരു 2 കാണാനുള്ള സാധ്യത ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് പ്ലാൻ എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വെടിക്കെട്ട് നടക്കുന്നത് 26-ാം തീയതി വൈകുന്നേരം നമുക്കൊരു 6 മണിക്കും 7 മണിക്കും ഇടയിലായിട്ട് കുനിശ്ശേരി കുമ്മാട്ടിക്ക് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. കുനിശ്ശേരി കുമ്മാട്ടി നടക്കുന്നത് 27-ാം തീയതിയാണ്. 26-ാം തീയതി ഒരു സാമ്പിൾ വെടിക്കെട്ട്, കിഡിലായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുനിശ്ശേരി പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയായിരിക്കും ഈ ഒരു വെടിക്കെട്ട് നടക്കുക. വെടിക്കെട്ട് നടത്തുന്നത് കിഴക്കേത്ര ദേശമാണ്. വെടിക്കെട്ട് സജ്ജീകരിക്കുന്നത് പ്രസാദ് ചാത്തമംഗലമാണ്. അപ്പോൾ എന്തായാലും 7 മണിക്കുള്ളിൽ ഈ ഒരു വെടിക്കെട്ട് നടക്കുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് നമ്മളെല്ലാം ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ഗംഭീരമായ ഒരു വെടിക്കെട്ടാണ്. അത് കാവശ്ശേരി പൂരത്തോടനുബന്ധിച്ച് കഴനി ദേശം പൊട്ടിക്കുന്ന സാമ്പിൾ വെടിക്കെട്ടാണ്. അത് സാമ്പിൾ വെടിക്കെട്ടെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം കഴിഞ്ഞ സീസണിൽ കഴനി ദേശം സാമ്പിൾ 7.5 മിനിറ്റ് വരുന്ന ഒരു ഗംഭീര വെടിക്കെട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതിനേക്കാൾ ഗംഭീരമായ ഒരു കിടിലം വെടിക്കെട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വെടിക്കെട്ടാണ് കഴനി ദേശത്തിൻ്റെ 26-ാം തീയതിയിലുള്ള ഒരു സാമ്പിൾ. 7-നും 8-നും ഇടയ്ക്കായിരിക്കും ഈ ഒരു സാമ്പിൾ ഉണ്ടായിരിക്കുക. ഇത് നടക്കുന്നത് കഴനി ചുങ്കത്തിനടുത്തുള്ള പാടത്താണ്. ഇനി അടുത്തതായി നടക്കുന്നത് തരൂർ വേലയ്ക്ക് നടക്കുന്ന വെടിക്കെട്ടാണ്. അത് അത്യാവശ്യം ഗംഭീരമായ ഒരു വെടിക്കെട്ട് തന്നെയായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് 8 മണിക്ക് ശേഷമാണ് ആ ഒരു വെടിക്കെട്ട് നടക്കുക എന്നാണ് കമ്മിറ്റി നോട്ടീസിലെല്ലാം അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വെടിക്കെട്ട് നടക്കുന്ന കുനിശ്ശേരിയിൽ നിന്ന് കാവശ്ശേരി കഴനിയിലേക്ക് നമുക്കൊരു 10 കിലോമീറ്റർ റൗണ്ടാണ് വരുന്നത്. അത് നമുക്ക് കറക്റ്റ് സമയത്ത് വെടിക്കെട്ട് നടക്കണമെങ്കിൽ ഓടി എത്താവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തത് കാവശ്ശേരിയിൽ നിന്നും തരൂരിലേക്ക് ഒരു 5-6 കിലോമീറ്ററൊക്കെയാണ് വരുന്നത്. വെടിക്കെട്ടൊന്നും ഡിലേ ആയില്ലെങ്കിൽ നമുക്ക് ഈ 3 വെടിക്കെട്ടും ഓടി എത്തി കാണാവുന്നതാണ്. നമ്മൾ ഈ 3 വെടിക്കെട്ടുകളിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് കഴനി ദേശത്തിൻ്റെ സാമ്പിളിനാണ്. കാരണം അതൊരു ഹെവി വെടിക്കെട്ടാവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വെടിക്കെട്ട് ഇൻഫർമേഷൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ്. അതുവരെയും ബൈ.